ഹലോ ഡിയേഴ്സ്, നാളത്തെ മാത്സ് എക്സാമിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പ്രിസം എന്ന് പറയുന്ന ചാപ്റ്ററിലെ മുഴുവൻ ഫോർമുലകളും ഒരൊറ്റ ട്രിക്കിലൂടെ നമ്മൾ കൃത്യമായിട്ട് ഒരൊറ്റ കണക്ഷൻ മനസ്സിലാക്കിയാൽ മതി. ബാക്കിയൊക്കെ സിമ്പിളാക്കിയിട്ട് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. സോ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കാം. ഒരു പ്രിസം എന്ന് പറയുമ്പോൾ 3 കാര്യങ്ങൾ ആണ് നിങ്ങൾ പ്രധാനമായിട്ടും നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കുക. ഒന്ന് പാദ പരപ്പളവ്, ഓക്കെ, പാദ പരപ്പളവ്, ബേസ് ഏരിയ. ഇപ്പോൾ ഈ ഒരു പ്രിസം നമുക്ക് നോക്കാം. ഈ ഒരു പ്രിസത്തിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഒരു റെക്റ്റാങ്കിൾ ആണ്. ബേസ്, ഓക്കെ, ഒരു റെക്റ്റാങ്കിൾ ആണ്. ഒരേപോലെ ആയിരിക്കും ബേസ് ഉണ്ടാവുക, മുകളിലാണെങ്കിലും താഴെയാണെങ്കിലും. ഓക്കെ, ബേസിൻ്റെ ഏരിയ റെക്റ്റാങ്കിൾ ആകുമ്പോൾ അതിൻ്റെ ഏരിയ എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അതാണ് പാദത്തിൻ്റെ പരപ്പളവ്, ബേസ് ഏരിയ. മറ്റൊന്ന് ബേസിൻ്റെ പെരിമീറ്റർ. ബേസ് പെരിമീറ്റർ അഥവാ പാദ ചുറ്റളവ്. പാദ ചുറ്റളവ് എങ്ങനെയാ പാദ ചുറ്റളവ് കാണാം? പാദം നിങ്ങൾ നോക്ക്. ഇവിടെ പാദം എന്ന് പറയുന്നത് മക്കൾക്ക് എല്ലാവർക്കും കാണാം, ഇതൊരു റെക്റ്റാങ്കിൾ ആണ്. ശരിയല്ലേ? ഈ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് L ആണ്, ബ്രെഡ്ത്ത് B ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചുറ്റളവ് കാണാൻ എന്ത് പഠിച്ചിട്ടുണ്ട്? 2 × L + B. ഇതൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ് പഠിച്ചിട്ടുള്ള കാര്യമാണ്. റെക്റ്റാങ്കിൾ ആണെങ്കിൽ കറക്റ്റ് ആണല്ലോ. ഇനി ഇവിടെ ഇതിൻ്റെ ലാറ്ററൽ സർഫസ് ഏരിയ അഥവാ പാർശ്വതല പരപ്പളവ് ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കുക, ഈ രണ്ട് ബേസ് ഒഴികെയുള്ള ബാക്കിയുള്ള 4, ഇവിടെ 4 ലാറ്ററൽ ഫേസ് ആണുള്ളത്. ഒന്നാ ഇതാണ് ഒരു ലാറ്ററൽ ഫേസ്, പാർശ്വതലം. മറ്റൊന്ന് ഇതാണ് അല്ലേ? ഇതേപോലെ ഇപ്പുറത്തെ സൈഡിലും ഒന്നുണ്ടാകും, ഇപ്പുറത്തെ സൈഡിലും ഒന്നുണ്ടാകും. അങ്ങനെ 4 ലാറ്ററൽ ഫേസുകളാണുള്ളത്. ഈ ലാറ്ററൽ സർഫസ് നമ്മളെ ചുമര ആലോചിച്ചാൽ മതി. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്കൊരു പ്രിസം വരച്ചു തരാം. ഓക്കെ, ഇപ്പം നിങ്ങൾ നിൽക്കുന്ന മുറിയാണിതെന്ന് വിചാരിക്കാം. ഓക്കെ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ താമസിക്കുന്ന നിങ്ങളുടെ മുറിയാണിതെന്ന് നിങ്ങളങ്ങ് സങ്കല്പിക്കാം. ഓക്കെ, അങ്ങനെ മുറിയാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുകയാണെങ്കിൽ ആ മുറിയിലുള്ള ചുമരുകളുടെ എല്ലാം ഏരിയയാണ് നമ്മളുടെ ലാറ്ററൽ സർഫസ് ഏരിയ. അതായത് ശ്രദ്ധിക്കണേ മക്കളെ, എല്ലാവരും ഇതൊരു ചുമരാണ്. ഞാൻ ഈ മഞ്ഞ പെയിൻ്റ് അടിച്ചിട്ടുള്ളത് നിങ്ങളുടെ വീട്ടിലെ ഒരു ചുമരാണ്. ഇതേപോലെ ഞാനിത് അവിടെ പച്ച പെയിൻ്റ് അടിച്ചിട്ടുണ്ട്, ഇത് വേറൊരു ചുമരാണ് ആണല്ലോ, ഇത് വേറൊരു ചുമര്. ഇനി ഞാനിവിടെ റോസ് പെയിൻ്റ് അടിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു വയലറ്റ് പെയിൻ്റ് അടിക്കുകയാണ്. ഈ വയലറ്റ് പെയിൻ്റ് അടിച്ചത് വേറൊരു ചുമരാണ്. അങ്ങനെ ചുമരുകൾ മാത്രം നോക്കിയാൽ മതി. അങ്ങനെ ഈ ചുമരുകളുടെ എല്ലാം, ഈ 4 ചുമരുകളുടെയും കൂടെ ഏരിയയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലാറ്ററൽ സർഫസ് ഏരിയ. അതായത് ബേസിൻ്റെ ഒഴികെയുള്ളത്. ബേസ് എവിടേക്കുള്ളത്? മുകളിലുള്ളത് ഇതൊരു ബേസാണ്, താഴെയുള്ളത് ഇതും ഒരു ബേസാണ്. അതൊഴിവാക്കിയാൽ ബാക്കിയുള്ള 4 സർഫസുകൾ ഉണ്ടല്ലോ, അതാണ് നമ്മുടെ ലാറ്ററൽ സർഫസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? പാർശ്വതലം എന്ന് പറഞ്ഞാൽ ചുമരാണെന്ന് ആലോചിച്ചാൽ മതി. ഇപ്പോൾ ഇവിടെ ട്രയാങ്കുലാർ പ്രിസാണ് അല്ലേ? അപ്പം ലാറ്ററൽ സർഫസ് എന്ന് പറയുമ്പോൾ ഒന്നിത്, രണ്ടാമത്തേത് ഇത്, അതേപോലെ ബാക്കിലൂടെ ഒന്നും ഉണ്ടാവില്ലേ, ഇത് 3 എണ്ണമാണ് ലാറ്ററൽ സർഫസ് എന്ന് പറയുന്നത്. ബേസിന് എത്ര സൈഡ് ഉണ്ടോ അത്രയും ലാറ്ററൽ സർഫസുകൾ ഉണ്ടാകും, അത്രയും പാർശ്വതലങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഇതിൻ്റെ പാർശ്വതല പരപ്പളവ് ചോദിച്ചാൽ, ലാറ്ററൽ സർഫസ് ഏരിയ ചോദിച്ചാൽ എങ്ങനെയാ കാണാമെന്നറിയോ? സിമ്പിളാ. ബേസ് പെരിമീറ്ററിനെ ഉയരം കൊണ്ട് ഗുണിച്ചാൽ മതി. അതായത് പാർശ്വതല പരപ്പളവ് ചോദിച്ചാൽ പാദ ചുറ്റളവ് ഇൻറ്റു ഉയരം ചെയ്താൽ മതി. പാദ ചുറ്റളവിനെ ഉയരം കൊണ്ട് ഗുണിച്ചാൽ മതി. സിമ്പിളാണ്, ഓർത്ത് വെക്കണേ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളോട് ടോട്ടൽ സർഫസ് ഏരിയ ചോദിക്കുക. ഇതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ ചോദിച്ചാൽ, ഉപരിതല പരപ്പളവ് ചോദിക്കുകയാണെങ്കിൽ മക്കൾ മനസ്സിലാക്കുക, ഇതിന് 3 ചുമരുണ്ട്, ശരിയല്ലേ? 3 ചുമര് ആണല്ലോ. ആ 3 ചുമരിനെയും കൂടെ ഏരിയ തന്നെയാണ് നമ്മൾ പഠിച്ച എന്ത്? ലാറ്ററൽ സർഫസ് ഏരിയ. എങ്ങനെയാ കാണുക? പാദ ചുറ്റളവിനെ ഉയരം കൊണ്ട് ഗുണിച്ചാൽ മതി ആണല്ലോ. പാദ ചുറ്റളവിനെ ഉയരം കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ അത് നമുക്ക് കാണാൻ അറിയാം, നമ്മൾ കണ്ടുവച്ചു. ആ ലാറ്ററൽ സർഫസ് ഏരിയനോട് ഇതിന് 2 പ്രതലങ്ങൾ കൂടിയുണ്ട്, 2 ബേസ് ഉണ്ട്. ഒന്ന് മുകളിലും
അല്ലേ? നമ്മുടെ റൂമിന് ഒരു ഫ്ലോറും ഒരു സീലിംഗ് ഒക്കെ ഉള്ള പോലെ ഇതിന് 2 ബേസ് ഉണ്ട്. 2 ബേസ്. ആ 2 ബേസ് ഏരിയ കൂടെ കൂട്ടുക. 2 ഇൻറ്റു ബേസ് ഏരിയ. അതായത് ഉപരിതല പരപ്പളവ് ചോദിച്ചാൽ പാർശ്വതല പരപ്പളവിനോട് എന്ത് കൂട്ടുക? 2 ഇൻറ്റു പാദപരപ്പളവ്. ഓക്കെ, പാദ പരപ്പളവ്. 2 പാദം ഉണ്ടാകും. ഒരു സ്തംഭത്തിന്, ഒരു പ്രിസത്തിന് 2 പാദം ഉണ്ടാകും. ഓക്കെ ആണല്ലോ? ലാറ്ററൽ സർഫസ് ഏരിയ പ്ലസ് 2 ഇൻറ്റു ബേസ് ഏരിയ. സെറ്റാണ്. ഇനി മക്കൾ ഓർത്ത് വെക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇതിപ്പോ ഒരു സമഭുജ ത്രികോണാണെന്ന് വിചാരിക്കുക. ഇതിന്റെ പാദം എന്ന് പറയുന്നത് സമഭുജ ത്രികോണാണ്. ആ സമഭുജ ത്രികോണത്തിന്റെ ഒരു വശം എ ആണെങ്കിൽ ഇതിന്റെ പാദപരപ്പളവ്, അതായത് സമഭുജ ത്രികോണത്തിന്റെ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് √3/4 a² ആണ്. എന്താണ്? √3/4 a². അതിൽ ഒരു സംശയം വേണ്ട. കൃത്യമായിട്ട് മക്കൾ മനസ്സിലാക്കാം. ഓക്കെ, √3/4 a². അതായത് ഇപ്പോൾ എ എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഏരിയ എന്ന് പറയുന്നത് √3/4 ഇൻറ്റു 2 സ്ക്വയർ. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 തന്നെയാണ്. √3/4 ഇൻറ്റു 4. 4ഉം വെട്ടിപ്പോയാൽ √3 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ ആണ്? കൃത്യമായിട്ട് മനസ്സിലാക്കണേ. അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഇതിൽ നിങ്ങൾ നോക്ക്. ഇവിടെ പാദത്തിന് എത്ര വശമുണ്ട്? 1, 2, 3, 4, 5 സൈഡല്ലേ? അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഇതൊരു പെൻഡഗണൽ പ്രിസമാണ്. പെൻഡഗണൽ പ്രിസം, ശരിയല്ലേ? മുകളിൽ 5 സൈഡാണെങ്കിൽ പെൻഡഗണാണ്. സോ പെൻഡഗണൽ പ്രിസം അഥവാ പഞ്ചഭുജ സ്തംഭം ആണല്ലോ. ഇതിൻ്റെ വോളിയം ചോദിക്കുകയാണെങ്കിൽ ഇതിൻ്റെ വ്യാപ്തം എങ്ങനെ കാണാം? സിമ്പിളാണ്. നമുക്ക് ഈ പാദത്തിൻ്റെ പരപ്പളവ് കാണണം. ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. ഓക്കെ, നിങ്ങളോട് പെൻഡഗണൊന്നും ചോദിക്കില്ല, പേടിക്കണ്ട. ഞാൻ ജസ്റ്റ് അതിൻ്റെ ചിത്രം കാണിച്ചു എന്നേ ഉള്ളൂ. ഈ പാദത്തിൻ്റെ പരപ്പളവിനെ ഈ ഉയരം കൊണ്ട് ഗുണിച്ചാൽ മതി. അതായത് മക്കളെല്ലാവരും ശ്രദ്ധിക്കണേ. വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാം. ഇപ്പോൾ ഈ ഒരു ചിത്രത്തിൽ കാണുന്ന റെക്റ്റാങ്കുലാർ പ്രിസം എന്ന് പറയുമ്പോൾ അതിൻ്റെ ബേസ് ഏരിയ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ശരിയല്ലേ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ ഇതിൻ്റെ വോളിയാണെങ്കിലോ, വോളിയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ്? ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. പാദപരപ്പളവിനെ ഉയരം കൊണ്ട് ഗുണിക്കണം. ബേസ് ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അതിനെ ഹൈറ്റ് കൊണ്ട് ഗുണിക്കുക. L/B/H. സിമ്പിൾ. ഇത് കാണാപ്പാടം പഠിക്കണ്ട. 3 കണക്ഷൻ ഓർത്ത് വെച്ചാൽ മാത്രം മതി. ഓക്കെ ആണേ? സംശയമല്ലേ? അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്ന 3 കണക്ഷൻ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന 3 കണക്ഷൻ ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കോ. നമ്മൾ ആദ്യം എന്ത് പഠിക്കുക? ബേസ് ഏരിയ കാണാൻ റെക്റ്റാങ്കിൾ ആണെങ്കിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ട്രയാങ്കിൾ ആണെങ്കിൽ അല്ലെ, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ √3/4 a², അല്ലാതൊരു ട്രയാങ്കിൾ ആണെങ്കിൽ ½ BH, പാരലലോഗ്രാം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് BH. ഇതൊക്കെ നിങ്ങൾക്കറിയാം. ഇതൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ബേസ് ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ട എന്താ? ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ പാർശ്വതല പരപ്പളവ്. എങ്ങനെയാ കാണുക? ബേസിന്റെ പെരിമീറ്റർ, അതായത് പാദ ചുറ്റളവ് ഇൻറ്റു ഉയരം. ഓക്കെ, പാദ ചുറ്റളവ് ഇൻറ്റു ഉയരം എഴുതി വെച്ചോ. ഇനി ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഉപരിതല പരപ്പളവാണ്. അത് കാണാൻ എന്താ ചെയ്യുക? ലാറ്ററൽ സർഫസ് ഏരിയനോട് എന്ത് കൂട്ടണം? 2 ബേസ് ഉണ്ട്. ഒന്ന് താഴെയുണ്ട്, ഒന്ന് മുകളിലുണ്ട്. ഫ്ലോറും സീലിംഗും അല്ലേ? അപ്പോൾ 2 ഇൻറ്റു ബേസ് ഏരിയ. ഓക്കെ ആണേ? സംശയമല്ല. ഇനി നിങ്ങൾ എന്താ പഠിച്ചിട്ടുള്ളത്? വോളിയം. വ്യാപ്തം കാണാൻ എന്താ ചെയ്യേണ്ടത്? വോളിയം എന്ന് പറഞ്ഞാൽ ബേസ് ഏരിയനെ ഉയരം കൊണ്ട് ഗുണിക്കുക. ഈ കണക്ഷൻ മതി മക്കളെ. ഇത്രയും മതി നമുക്ക് പ്രിസത്തിലെ ഏത് ചോദ്യവും ചെയ്യാൻ. അപ്പോൾ മാഷെ സിലിണ്ടറിലേക്ക് വരുമ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല. ഈ ബേസ് ഏരിയ എന്ന് പറയുന്നത് പാദത്തിന്റെ പരപ്പളവാണ്. ശരിയല്ലേ? പാദം സർക്കിൾ അല്ലേ? സർക്കിളിന്റെ റേഡിയസ് 6 അല്ലേ? അങ്ങനെ 6 ആണെങ്കിൽ എന്താ? πr². ശരിയല്ലേ? πr². ഇനി ഇതിന്റെ സർഫസ് നോക്കടാ. ഇതിന്റെ ചുമര് പോലെയുള്ളത് കേവ് ആയിട്ടല്ലേ, വളഞ്ഞിട്ടല്ലേ? അതിനാണ് നമ്മൾ വക്രതലം എന്ന് പറയാ. എന്താ പറയാ? വക്രതല പരപ്പളവ്. ഇംഗ്ലീഷിൽ നമ്മൾ പറയും കേർവ്ഡ് സർഫസ് ഏരിയ. അത് നമ്മുടെ ചുമരിന്റെ ഏരിയ തന്നെയാ. എങ്ങനെയാ കാണുക? നമ്മൾ പഠിച്ചിട്ടുണ്ട്.
ഇവിടെ എന്താ ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ്, ശരിയല്ലേ? ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ്. ഇവിടെ പാദം സർക്കിൾ അല്ലേ, സർക്കിളിൻ്റെ പെരിമീറ്റർ എത്രയാ? ബേസ് പെരിമീറ്റർ എന്ന് പറയുന്നത് 2πr ആണല്ലോ, 2πr. അപ്പോൾ 2πr അതിനെ h കൊണ്ട് ഗുണിച്ചാൽ 2πrh. കാണാതെ പഠിക്കണോ? വേണ്ട, സിമ്പിൾ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഠിക്കുന്നത് എന്താ? ടോട്ടൽ സർഫസ് ഏരിയ. അതെന്താ നമ്മൾ പഠിച്ചിട്ടുള്ളത്? ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ ലാറ്ററൽ സർഫസ് ഏരിയനോട് 2 തവണ ബേസ് ഏരിയ കൂട്ടണം. ഇവിടെ നോക്കുക, കേർവ്ഡ് സർഫസ് ഏരിയ അല്ലേ, ഈ ചുമരിൻ്റെ ഷെയ്ഡ് ചെയ്തിട്ടുള്ള ചുമരിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 2πrh ആണല്ലോ, 2πrh. അതിനോട് എന്ത് കൂട്ടുക? 2 തവണ ബേസ് ഏരിയ, 2 × πr². സിമ്പിൾ. എന്താ ചെയ്യേണ്ടത്? ടോട്ടൽ സർഫസ് ഏരിയ ചോദിച്ചാൽ കേർവ്ഡ് സർഫസ് ഏരിയനോട് 2 തവണ ബേസ് ഏരിയ കൂട്ടുക, 2 തവണ ബേസ് ഏരിയ കൂട്ടുക. ഓക്കെ ആണോ? കാണാതെ പഠിക്കരുത് മക്കളെ, ഒരു ഫോർമുല പോലും കാണാതെ പഠിക്കരുത്. ഈ കണക്ഷൻ മനസ്സിലാക്കിയാൽ മാത്രം മതി. ഈ ഒരൊറ്റ കണക്ഷൻ മതി നിങ്ങൾക്ക് ഈ ചാപ്റ്ററിലെ ഏത് ക്വസ്റ്റ്യനും ചെയ്യാൻ. സോ ബാക്കി നമുക്ക് ലൈവ് പഠിക്കാം. കൃത്യം 7:30 നമ്മളുടെ ലൈവ്. എല്ലാവരും വരണം, ഗംഭീരമായിട്ട് പഠിക്കാം. സോ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.